ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പന്തളം അപ്പോസ്തോലിക് മിനിസ്ട്രി മീഡിയയുടെ ഡെയിലി മന്ന എന്ന വചന ധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം 2 കൊരിന്ത്യർ 5:10 ഇങ്ങനെ വായിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നാം വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നാം ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് നാം പ്രാപിക്കും. എന്താണ് പ്രാപിക്കുന്നത്? പ്രതിഫലം പ്രാപിക്കുമെന്നാണ്. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കും. അതായത് നമുക്ക് പ്രതിഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തികൾക്കാണ് എപ്പോഴും പ്രതിഫലം ലഭിക്കുന്നത്. തീയതായ പ്രവൃത്തികൾക്ക് പ്രതിഫലമില്ല. പിന്നെ തീയതായ പ്രവൃത്തികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? കർത്താവ് നമ്മുടെ പാപമൊക്കെ ഏറ്റെടുത്ത് അതിനു വേണ്ടി കർത്താവ് ശിക്ഷ അനുഭവിച്ചതാണ്. അപ്പോൾ ശിക്ഷയില്ല, വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്നു. എന്നാൽ പ്രതിഫലം കിട്ടാത്ത അവസ്ഥയെന്ന് വെച്ചാലും അതൊരു വലിയ ശിക്ഷ തന്നെയാണ്. കാരണം നാം ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് നന്മ പ്രവർത്തികൾ ചെയ്യാൻ ദൈവം അവസരം തന്നിട്ടും ആ പ്രവർത്തികൾ ചെയ്യാതിരുന്നല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ എന്താണ്? അതൊരു ശിക്ഷയായിട്ട് തീരുകയാണ്. എന്നാൽ നന്മ പ്രവർത്തികൾ ചെയ്താൽ ദൈവം അതിന് പ്രതിഫലം തരും എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ്. അപ്പോൾ കൃപായുഗത്തിൽ നാം കൃപയാലേ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കൃപ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു ലൈസൻസുമല്ലത്. അപ്പോൾ പറയും, ഇന്ന് നിയമമില്ലല്ലോ എന്ന്. നിയമമില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. കാരണം ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല, കൃപയാൽ അത്രേ നാം നീതീകരിക്കപ്പെടുന്നതെന്നാണ് വാക്യം. അപ്പോൾ നിയമം എപ്പോഴും അവിടെയുണ്ട്. എന്നാൽ ആ നിയമത്തിൻ്റെ ലംഘനത്താൽ നമുക്കുണ്ടാകേണ്ടിയിരുന്ന ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. എന്നാൽ നമ്മുടെ നന്മ പ്രവർത്തികൾക്ക് കർത്താവ് തീർച്ചയായിട്ടും പ്രതിഫലം തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കേണ്ടത്, പാപമില്ലാതെ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് പ്രതിഫലം വേണമെന്നുണ്ടെങ്കിൽ ലജ്ജിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് വേണം? നന്മ പ്രവർത്തികളാകുന്ന പ്രതിഫലങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് വേണം. അപ്പോൾ നമുക്കെന്താണ് ആവശ്യമായിട്ടിരിക്കുന്നത്? പഴയ നിയമത്തിൽ കർത്താവ് എന്താണ് പറയുന്നത്? മീഖാ പ്രവചനത്തിലൂടെ കർത്താവ് പറയുന്നത്, ജനത്തോട് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തത് എല്ലാം എനിക്കറിയാം. എന്തുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നതൻ്റെ മുൻപാകെ കുമ്പിടേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു ജനത്തെയാണ് അവിടെ കാണുന്നത്, മീഖാ പ്രവാചകൻ. അപ്പോൾ അവരിങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞങ്ങൾ എങ്ങനെയാണ് യഹോവയെ പ്രീതിപ്പെടുത്തേണ്ടത്? അപ്പോൾ അതിന് മറുപടിയായിട്ട് അവിടെ കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇത് പഴയ നിയമത്തിൽ തന്നിരിക്കുന്നതാണ്. പക്ഷേ ഇത് തന്നെയാണ് കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹവും വെളിപ്പെടുത്തുന്ന ഒരു വാക്യമാണിത്. എന്താണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? പഴയ നിയമത്തിലെ ആളുകൾ ഇങ്ങനെ
പല കാര്യങ്ങൾ റിച്വൽസൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്താമെന്ന് വിചാരിച്ച് ഇനിയിപ്പം ഞങ്ങൾ ഏതു വിധത്തിലുള്ള യാഗമാണ് കഴിക്കേണ്ടതെന്നൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്താ അവരോട് പറയുന്നത്? മീഖാപ്രവാചകനിലൂടെ നിങ്ങൾ നന്മ പ്രവർത്തിക്കുക. നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളിൽ പ്രസാദിക്കും. ന്യായം പ്രവർത്തിക്കുക. നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. ഇതല്ലാതെ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതിനുള്ള ആ ഒരു മാതൃകയായിട്ട് കർത്താവ് നമുക്ക് ആ ജീവിതത്തെ തൻ്റെ ജീവിതത്തെ തന്നെ കാണിച്ചിട്ടുണ്ട്. കർത്താവിനും അനേക പരീക്ഷണങ്ങളുണ്ടായിരുന്നു. എന്നാൽ പരീക്ഷണങ്ങളെയൊക്കെ വിജയിച്ചുകൊണ്ട് ഒരു മനുഷ്യനായി തന്നെ കർത്താവ് മുന്നേറിയെന്ന് നമുക്കറിയാം. പാപമില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അപ്പോൾ പാപമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കർത്താവ് കാണിച്ചു തന്നത്. എങ്കിൽ തന്നെയും നമുക്കത് പ്രയാസമാണ്. കാരണം ആ പാപത്തിൽ ജനിച്ച നമ്മൾ, ആ പാപം എപ്പോഴും നമ്മളിലുണ്ട്. കർത്താവിനെ പോലെ ഒന്നും നമുക്ക് വിശുദ്ധിയൊന്നും ഒരിക്കലും സാധ്യമല്ല. എങ്കിൽ തന്നെയും ആ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നാം നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.